സംഭവങ്ങളുണ്ട്. ഇത് സംഭവമാണ് ഏകാംഗം എന്നാണ്. അത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയെ തന്നിട്ടുണ്ട്. ഏതൊക്കെ നാടകം ഏതൊക്കെ ഇതിൽ അവതരിപ്പിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കഥയല്ല കേട്ടോ, മീൻസ് എക്സാമ്പിൾ പറഞ്ഞോളൂ. അപ്പോൾ ഇറ്റ്സ് എ വൺ ആക്ട് പ്ലേ ആകുമ്പോൾ ഏകാംഗം എന്നാണ്. വൺ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവും. പക്ഷെ ഇതിൽ എന്തുണ്ട്, ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂ ഉണ്ടാവും. കാരണം അയാൾ പറയാൻ വേറൊരാൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വേണം. അദ്ദേഹത്തിന് ഇതിൽ പറയുന്ന പേരല്ല, പക്ഷെ പറയുന്ന കാര്യം എന്താ പറയുക, ഇൻട്രൂഡർ. അതായത് ഓക്കെ, അപ്പോൾ ജെറാൾഡ് ആൻഡ് മിസ് ഇവിടെ തന്നെ എഴുതാം. നമുക്ക് 2 ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുമല്ലോ. ജെറാൾഡ് ആൻഡ് TRUDER ഇൻട്രൂഡർ. ജെറാൾഡും അപ്പോൾ 1, 2 ഇവർ രണ്ടാളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ആ കോൺവെർസേഷൻ ചോദിച്ചാൽ എന്ത് എഴുതണം, ജെറാൾഡ് ആൻഡ് ഇൻട്രൂഡറും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ എഴുതണം. മിസ്സാണത് പറയാം, ആ കോൺവെർസേഷനാണ് മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ വേറൊരു എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ആർ ദ മെയിൻ 2 ക്യാരക്ടേഴ്സ് ചോദിക്കുമ്പോൾ ജെറാൾഡ് ആൻഡ് ഇൻട്രൂഡർ എന്ന് പറയണം കേട്ടോ, മറന്നു പോകരുത്, എഴുതാൻ മറക്കരുത്. ഓക്കെ, സ്പെല്ലിങ്ങും തെറ്റാതെ എഴുതണം. ജെറാൾഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതുക, GERRAND. എക്സാം ആണ് നമുക്ക് മുഖ്യം അല്ലേ, എക്സാം ആണ്. നമുക്ക് കണ്ടന്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് എക്സാമിലേക്ക്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. മെയിൻ ക്യാരക്ടേഴ്സ് ആരാ നോക്കി, വിഷ്വലൈസേഷൻ നമ്മൾ പറഞ്ഞു, സ്റ്റേജിൻ്റെ ആ ഒരു സീനിൻ്റെ വിഷ്വലൈസേഷൻ നമ്മൾ എഴുതി, നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് അവിടേക്ക് എത്തുന്നുള്ളൂ. പിന്നെ ആരാണ് 2 ക്യാരക്ടേഴ്സ് പഠിച്ചു. പിന്നെ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഷോ ഇൻ ദാറ്റ് സ്റ്റേജ്. ഫസ്റ്റ് ഒരാൾ സഡൻലി എൻറ്റേർഡ് ദ ഇൻട്രൂഡർ എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഇൻട്രൂഡർ എന്താ പറയുന്നത്, ഹി ബിൽഡ് ടു സൈലന്റ് റിവോൾവർ ഇൻ ഹാൻഡ്, ഹി ഈസ് ഫ്ലാഷ്ലി ഡ്രസ്ഡ് ഇൻ ടു ദ ഓവർകോട്ട് ആൻഡ് സോ ഹി പ്ലംഡ് ആക്സിഡന്റലി അഗെയിൻസ്റ്റ് ദ ടേബിൾ ആൻഡ് ദ സൗണ്ട് ഓഫ് ജെറാൾഡ് ടേൺസ് ക്വിക്ലി. ജെറാൾഡിന്റെ അടുത്തേക്ക് ഇയാൾ ഇങ്ങനെ വന്നിട്ട് റിവോൾവർ പെട്ടെന്ന് ജെറാൾഡ് ഇങ്ങോട്ട് ടേൺ ചെയ്യും. ജെറാൾഡ്, വൈ ദിസ് സർപ്രൈസ് മിസ്റ്റർ ഇൻട്രൂഡർ, നിങ്ങൾ എന്ത് സർപ്രൈസ് ആയിട്ട് എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇൻട്രൂഡർ, ഐ ആം ദാറ്റ് യു പ്ലീസ് ടു സീ മീ. പെട്ടെന്ന് മെല്ലെ തമാശാക്കി പറയട്ടെ ഇൻട്രൂഡർ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം, വേറൊരു അഭിനയം ഉണ്ടാക്കി അഭിനയിക്കുന്നതാണ്, അറ്റാക്ക് അല്ലാത്ത രീതിയിൽ. ഗ്ലാഡ് ടു പ്ലീസ് ടു സീ, ഗ്ലാഡ് ആണ് സന്തോഷം, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം. ഐ ഡോണ്ട് തിങ്ക് യു വിൽ പ്ലീസ്ഡ് ഫോർ ലോങ് പുട്ട് ദോസ് പോവാം. പറയാം, നിങ്ങൾ കുറേ കാലമായോ സന്തോഷിച്ചിട്ട് ഇങ്ങനത്തെ റിലാക്സ് ആയിട്ട് കുറേ കാലമായോ. ദെൻ ജെറാൾഡ്, ദിസ് ഈസ് വെരി മെലോ ഡ്രമാറ്റിക്, നോട്ട് വെരി ഒറിജിനൽ പെർഹാപ്സ്, ബട്ട് നിങ്ങളതിങ്ങനെ അഭിനയിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ റിവോൾവർ എന്ന് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നീ എന്താണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അഭിനയിച്ചതായിരുന്നു കേട്ടോ, അങ്ങനെ ഉണ്ടാക്കി അഭിനയിക്കുന്നത് ഒറിജിനൽ അഭിനയം രണ്ടാണല്ലോ. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. നെക്സ്റ്റ് ജെറാൾഡ്, നോൺ കട്ട്സ് യുവർ വേർഡ്, ഐ തിങ്ക് നീയൊക്കെ ശരിക്കും നീ എന്താ പറയുന്നത്, ഇങ്ങനെ ഇതിന് ഓവർ ആക്ടിങ് എന്നാ പറയുക, നീ എന്തിനാണ് ഓവർ ആക്ട് ചെയ്യുന്നത്, നീ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യല്ലേ. ദെൻ ഇൻട്രൂഡർ, താങ്ക്സ് അ ലോട്ട്, യു വിൽ സൂൺ stop being smart, I will make you crawl, I want to know a few things. Jaran, anything you do, I don't like to answer, but his will began to show to change my position, you may be comforted by I am not. അപ്പോൾ ജെറാൾഡ് പറയാൻ, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിന്റെ പൊസിഷനിൽ എന്താ പ്രശ്നങ്ങൾ, നീ എന്നോട് നമ്മൾ രണ്ടാൾ പറഞ്ഞു തീർക്കുക, നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു. പിന്നെ അവർ രണ്ടാളും തമ്മിൽ അങ്ങോട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇൻട്രൂഡർ, സിറ്റ് ഡൗൺ ദർ, നീ ഒന്ന് അവിടെ ഇരുന്നേ, നോ ഫണ്ണി ബിസിനസ്, ഇത് വെറുതെ തമാശ അല്ല കേട്ടോ, നീ ഒന്ന് അവിടെ ഇരിക്കുന്നു. ആരോട്, ജെറാൾഡിനോട് ഇൻട്രൂഡ് പറയുന്നു. മെൻഷൻ ടു ചെയർ ആൻഡ് സീറ്റ്സ് ഹിംസെൽഫ് ഓൺ ദ ദിവാൻ ഓൺ ദ, ഒരാൾ ചെയറിലേക്ക് മെൻഷൻ ചെയ്യാൻ, നീ അവിടെ ഇരിക്കും, ചെയറിൽ ഇരിക്കും, ഒരാൾ ദിവാനിൽ ഇരിക്കാൻ പറയുന്നു. നൗ ദെൻ വി വിൽ ഹാവ് എ നൈസ് ലിറ്റിൽ ടോക്ക് അബൌട്ട് യുവേഴ്സെൽഫ്. ഇനി ജെറാൾഡ്, ഞാൻ നിന്നെപ്പറ്റി ചെറിയൊരു ടോക്ക് ഇവിടെ പറയാൻ, നിനക്ക് വല്ല വിരോധമുണ്ട്. അപ്പോൾ ജെറാൾഡ്, അറ്റ് ലാസ്റ്റ് എ സിമ്പത്തറ്റിക് ഓഡിയൻസ്, ഐ വിൽ ടെൽ യു സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹൗ വാസ് ഐ ചൈൽഡ് ഐ സ്റ്റോളൻ ഇൻ മൈ ഗിപ്സിസ് ആൻഡ് ഏജ് ഓഫ് 32 ഐ ഫൈൻഡ് മൈസെൽഫ് മൈ ലോൺലി എക്സൈസ് കോട്ടേജ് ഹൗ. നീ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലമാണോ പറയേണ്ടത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി തന്നെയാണ് പറയാം. സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ബിക്കോസ് ഞാൻ കുട്ടിക്കാലത്ത് എ ചൈൽഡ് ഐ സ്റ്റോളൻ ബൈ ജിപ്സീസ്, ഞാനിങ്ങനെ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ മോഷ്ടിക്കപ്പെട്ട് അങ്ങനെ അനാഥമായി വന്നൊരു കുട്ടിയാണ്. അറ്റ് ദ ഏജ് ഓഫ് 32 ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ മൈ ലോൺലി. അപ്പം ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്ത് 32 വയസ്സൊക്കെ ആവാൻ നേരമാണ് ഞാനൊന്ന് മെച്ചുവേർഡായത്. അപ്പോൾ ഇൻട്രൂഡർ,
കീപ് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. യു ലിവ് എൻ അലോൺ ആൻഡ് വെൽ ഡു. അപ്പോൾ നീ അതൊന്നല്ല, നീ കറക്റ്റ് ഞാൻ ചോദിക്കുന്നതിന് മാത്രം ആൻസർ ജെറാൻ. ഐ എം സോറി, ഐ തോട്ട് യു വർ ടെല്ലിങ് മീ. എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ചോദിച്ചാലൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റുന്നില്ല. നോട്ട് ആസ്കിങ് മീ എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫ്ലക്ഷൻ. യുവർ വോയിസ് ഈസ് അൺഫെമിലിയർ. നീ ഇങ്ങനെയൊന്നല്ലോ, നീ ചോദിച്ചൊരു ആൻസർ പറയുന്നത് എന്നെ കിട്ടത്തില്ല, പക്ഷേ നീ ഇങ്ങനെയൊന്നും നീ എനിക്ക് എന്തെന്തൊരു മാറ്റം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇൻട്രോഡ് ഡു യു ലിവ് ഹിയർ എലോൺ. നീ ഇവിടെ ഒറ്റക്കാണോ ജെറാൻ? ആൻഡ് ഐ ഡോണ്ട് ആൻസർ. ഞാൻ പറയൂല. ഇൻട്രോഡ് യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു യു ഹേർട്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് ജെറാൻ? ഐ തിങ്ക് ഗുഡ് സെൻസ് ഇസ് ഷോൺ മോർ ദാൻ എബിലിറ്റി ടു അവോയ്ഡ് പെയിൻ ദാൻ മോർ ഡിസൈഡ് ടു ഡു സോ. വാട്ട് യു തിങ്ക്? അപ്പോൾ ഇൻട്രൂഡർ നെവർ മൈൻഡ് മൈ നെയിം, ഐ ലൈക്ക് യുവർ ബെറ്റർ മിസ്റ്റർ ജെറാൻ. വാട്ട് യുവർ ക്രിസ്ത്യൻ നെയിം? നിൻ്റെ ശരിക്കുള്ള ക്രിസ്ത്യൻ നെയിം എന്താണ്? ഇൻട്രൂഡ് ജെറാൻ ചോദിക്കുന്നു. അപ്പോൾ വിൻസെൻറ്റ് ചാൾസ്. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് ദ ഒറിജിനൽ നെയിം ഓഫ് ജെറാൻ? വിൻസെൻറ്റ്. മാറിപ്പോവോ? എന്താ പേര്? വിൻസെൻറ്റ് ചാൾസ്. ജെറാനിൻ്റെ ഒറിജിനൽ പേരെന്താണ്? വിൻസെൻറ്റ്. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. വിൻസെൻറ്റ് ചാൾസ് എന്നാണ് പേര്. ഓക്കെ, വിൻസെൻറ്റ് ചാൾസ്. ദെൻ നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നത് എന്താ? ഡു യു റൺ എ കാർ? ഏയ് നോ, ദാറ്റ്സ് ലൈക്ക് യു ആർ ഡീലിംഗ് വിത്ത് എ ഫൂൾ. ഐ ആം. അപ്പോൾ ഡു യു റൺ, നീ കാർ ഓടിക്കോ ജെറാനോ? ഞാൻ ഓടിക്കൂല. പിന്നെ അപ്പോൾ ഇൻട്രൂഡർ പറയാനാണ് നീ വെറുതെ കള്ളം പറയും. ദാറ്റ്സ് ലൈ, നീ കള്ളം പറയണ്ട. യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് എ ഫുൾ. നീ ഒരു ഫൂളായി അഭിനയിക്കൊന്നും വേണ്ട. ഐ ആം എ സ്മാർട്ട് ആസ് യു ആൻഡ് ഐ യു നോ ദാറ്റ് റൺ എ കാർ ബെറ്റർ കെയർഫുൾ ആൻഡ് ടു ലിസൺ ഗൺ മൈ നോ ഐ നോട്ട് വിത്തൗട്ട് കില്ലിങ് യു ഐ ഗെറ്റ് മൈ ആൻസേഴ്സ്. ഞാൻ നിന്നെ കൊല്ലൊന്നുമില്ല. ഞാൻ ചോദിക്കുന്ന മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു. ഈ മര്യാദ എന്തിനാ കള്ളം പറയുന്നത്? കാർ ഓടിക്കില്ല എന്തിനാ കള്ളം പറയുന്നത്? അപ്പോൾ ജെറാൻ ദാറ്റ്സ് ബെറ്റർ. ഡു യു പീപ്പിൾ ഓഫൻ കം ദർ? ഓക്കെ. അപ്പോൾ ജെറാൻ വെരി റയർലി സർപ്രൈസ്ലി എ ഫ്യൂ വിൽ ടേക്ക് ദ ട്രബിൾ ടു ദർ ഈസ് എ ബേക്കർ ഓഫ് ദ ഗ്രീൻ പ്രൊഡ്യൂസർ ഓഫ് കോഴ്സ് ഇൻ ദൻ മിൽക്ക്മാൻ. അപ്പോൾ ഇൻട്രോഡ്യൂസ് ഐ ഹാപ്പൻ ടു യു നോ ദാറ്റ് യു treat the people. Jeran, you seem to have taken a considerable amount of trouble. Once you know so much about me, won't you say something about yourself? You have been so modest. നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, ശരിക്കും നീ എന്താണ്, നിന്റെ പോസ്റ്റ്, നീ ആരാണ്? അപ്പോൾ ഇൻട്രോഡ് ഐ കുഡ് ടെൽ യു പ്ലെയിൻലി. ഞാൻ എന്നെപ്പറ്റി ഞാൻ പറയാം. യു തിങ്ക് യു ആർ സ്മാർട്ട്. ഈ നിന്റെ സ്മാർട്ട് അനുസരിച്ച് പെരുമാറിയാൽ മതി. And I will smarter. I am also smarter. I have got brains and I use them. That how I will got there. I have. എനിക്ക് ബ്രെയിൻ ഉണ്ട്, എനിക്കുള്ള ബുദ്ധിയുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചോളാം. നീ എന്നെ പഠിപ്പിക്കേണ്ട. അപ്പോൾ ജെറാൻ and where preciously you have got, I didn't require a great brain to break in my little cottage. എന്നാൽ നീ നിന്റെ വലിയ ബ്രെയിനൊക്കെ ബ്രേക്ക് ചെയ്ത് എൻ്റെ കോട്ടേജിലേക്ക് നീ എന്തിനു വന്നു? ഇൻട്രോഡ് വെൻ യു നോ വൈ ഐ ഹാവ് ബ്രോക്കൺ ടു യുവർ ലിറ്റിൽ കോട്ടേജ് യു വിൽ ബി സർപ്രൈസ്ഡ്. ഞാൻ ശരിക്കും വന്ന് എന്തിനാ പറഞ്ഞാൽ നീ വല്ലാതെ സർപ്രൈസ് ആവും. എന്താണെന്നറിയോ? ആൻഡ് ഐ വോണ്ട് ബി പ്ലസൻസ് ആയിരുന്നു. ഞാൻ നിനക്കൊരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ദെൻ ജെറാൻ വിൽ യു ഫിഗർ ഇൻ ടു ഇൻസ്റ്റബിൾ മൈ സർപ്രൈസ്? Then introduce my specialty jewels robbery. Your car will not be treat. I will certainly a dandy car. My specialty is jewels robbery. Your car will do me a treat. അപ്പോൾ ജെറാൻ I am afraid jewels are few and far between this part of England. അപ്പോൾ പറയാം ജ്വൽസൊന്നും ആഭരണങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇൻട്രോഡ്യൂസ് സോ ആർ ദ ക്രോപ്സ്. ഐ ക്യാൻ റിട്ടേൺ ഹിയർ നൈസ്ലി ഫോർ എ ലിറ്റിൽ വൈൽ. Jeran, you mean to live with me a little sudden as if you not been invited. You won't be here long side in trouble to ask. What do you mean? ഞാൻ നിന്നോട് എന്താ പറയുന്നത്? നിനക്ക് എന്താ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഇൻട്രോഡ്യൂസ് ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്. ഐ എം ഗോയിങ് ടു കിൽ യു. ഇനി ജോൽസിന് കാര്യം കാണാൻ നിർത്തി വെക്കാം. എനിക്ക് നിന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കറക്റ്റായിട്ട് എൻ്റെ ഐ വാണ്ട് ടു കിൽ യു. എനിക്ക് ശരിക്കും എൻ്റെ ആവശ്യം എന്താണ്? ഞാൻ നിന്നെ കൊല്ലാൻ വന്നതാണ്. ദെൻ ജെറാൻ ഐ ലിറ്റിൽ ഹാഷ് ഈസിൻറ്റ് ഇറ്റ്. നീ എന്നെ എന്തിനാ കൊല്ലും? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നാണ് ഇങ്ങോട്ട് ആങ്ങിയ ഭയങ്കര ആക്ഷനൊക്കെയാണല്ലോ ഡ്രാമയിൽ. ദെൻ വൈ ഡാൻഡ് യു മർഡർ യു ടു അതർ ക്രൈംസ്? നീ എന്തിനാണ് എന്നെ കൊല്ലും? ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് ഇവർ ഭയങ്കരമായിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവുന്നു. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? At last, he brought me to Aylesbury. There is where I saw you at the car. Two other people saw you and started to talk. I listened and it looks like you are a bit cute, kind of mystery man. I mystery which a purpose to play. ഞാൻ പിന്നെ നീ എന്താ അവസാനം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണ്? ഈ ജെറാൻഡും നമ്മുടെ വിൻസെൻറ്റ് ചാൾസ്. ജെറാൻഡ് ശരിക്കും ഒരു വിൻസെൻറ്റ് ചാൾസ് ആണ്. ഇൻട്രൂഡറും
ജെറാൾഡും ഇൻട്രൂഡറും തമ്മിൽ വാക്തർക്കമാവുന്നു, പിടിവലി കൂടുന്നു. അറ്റ് ലാസ്റ്റ് പിന്നെ ജെറാൾഡ് ഇൻട്രൂഡറെ കീഴടക്കുന്നു. ഇൻട്രൂഡറോട് പറയാണ്, നീയും ഞാനും നല്ലൊരു ഗുഡ് റിലേഷൻ ആയിരുന്നു, പിന്നെ എന്തിനാണ് നീ എന്നെ കൊല്ലാൻ വന്നത്? നീ വിചാരിക്കും ഞാനൊരു മണ്ടനാണെന്ന്, പക്ഷെ നീ വരുമ്പോൾ തന്നെ ഒരു ഓൾറെഡി നല്ല എന്നും കാണുന്ന ഒരു സുഹൃത്തിൻ്റെ മുഖഭാവവും പെട്ടെന്നൊരു സുഹൃത്ത് ഡ്രമാറ്റിക്കലി അഭിനയിച്ച് നമ്മളോട് സംസാരിക്കുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ ജെറാൾഡ് പറയാണ്, നീ വന്നപ്പോൾ തന്നെ നീ ഒന്ന് അഭിനയിച്ച് ആക്കി, ഇല്ല നമ്മൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ടോക്ക് എന്നാണ് ആക്കി സംസാരിക്കല്ലേ, നീ എന്നെ ആക്കി സംസാരിക്കുന്നത് പോലെ എനിക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഫീൽ ചെയ്തു, നീ എന്നെ നല്ല, എന്നിട്ട് നീ എന്നെ റിവോൾവർ വെച്ച് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇതായി തോന്നി. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജെറാൾഡും ആട്രിബ്യൂട്ട്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു, പരസ്പരം പിന്നെ ജെറാൾഡ് ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യുന്നു, ഇൻട്രൂഡർ എന്ത് ചെയ്യുന്നു, കീഴടക്കുന്നു. അപ്പോൾ ജെറാൾഡ് അവിടെ സക്സസ് ആക്കുന്നു. അപ്പോൾ ഇതിന് മെസ്സേജ് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ പിന്നെ ഒരിക്കലും എന്താ സുഹൃത്തിനെ ചതിച്ചുകൊണ്ട് മനസ്സിലൊരു പരിഹാസം ഡ്രമാറ്റിക്കായിട്ട് അഭിനയിക്കാൻ പാടില്ല. ശരിക്കും ഫ്രണ്ട് ഇൻ നീഡ് എന്നാ പറയുക അല്ലേ. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ്നെസ്, ഗുഡ് മാനർ അല്ലേ, ഗുഡ് മാനർ, ഒരാളുടെ ഒരു ഗുഡ് മാനർ ആൻഡ് ഗുഡ് പേഴ്സണാലിറ്റി, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മെസ്സേജ് ഒരു ഡ്രാമയിൽ നമുക്ക് ഈ ഒരു റൈറ്റർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.